പ്രവേശിമമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യ കില ശക്തിധര സധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബികേ മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാം. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ജന്മാദ്യസ്യ യതോന്യയാദിതരതശ്ചർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായാദികവയെ മുഖ്യം ദിയസൂരയാം. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദോ തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. കോമളം കോജേൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മാം ഭാസതാം പുരുണത്രയം സർവത്ര. ഗോവിന്ദനാമ സങ്കീർത്തനം. കോമളം കൂജേൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭീമാ പുരോവിഭുർ നിർമ്മായ ചേതേതുമുഷു പൂരുഷാം ഭുങ്ക്തേ ഗുണാം ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷിട്ട ഭഗവാൻ വചാംസി മേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ ഒരു ഭാഗവത സത്രത്തിൽ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും ഇങ്ങനെ ഒരു പ്രകരണത്തിനെ പറ്റി പറയാനും സാധിക്കുന്ന പുണ്യം തന്നെയാണ്. അത് ഇത്ര വലിയൊരു മഹാസത്രത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചതായിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളോടും
പ്രത്യേകിച്ച് നാരായണസ്വാമി അദ്ദേഹത്തിനോട് നമ്മൾ നമ്മുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു എന്തിനാണ് ഭാഗവതം, അല്ലെങ്കിൽ എന്താണ് ഭാഗവതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള അനേക കഥാപാത്രങ്ങളെ നമുക്ക് ശ്രീ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്, അനവധി കഥാപാത്രങ്ങൾ. അപ്പോൾ ആ കഥാപാത്രങ്ങളിലൊക്കെ കൂടെ തന്നെ നമുക്ക് വേണ്ടതായിട്ടൊരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള അനവധി കഥാപാത്രം. അപ്പൊ ഈ ഓരോ കഥാപാത്രത്തിൽ കൂടി നമുക്ക് എന്താണോ ആവേണ്ടത് ആ തലത്തിലേക്ക് നമുക്ക് നമ്മളെ ഉയർത്താൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഭാഗവതം എന്ന് പറയുന്നത് ഗുരുപരമ്പരയായിട്ട് നമുക്ക് ലഭിച്ചായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിൽ അല്ലെങ്കിൽ അനുഭൂതിയാണെന്ന് പറയും. അനുഭൂതിയുടെ തലത്തിൽ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. സംസാരിണം കരുണയാക പുരാണ ഗുഹ്യം ഭാഗവതം എന്ന് പറയണം. അതായത് ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു നൽകിയതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഏറ്റവും സന്ദേശം എന്ന് പറയുകയാണ്. ഭാഗവതം എന്ന് പറയുന്നത് അനുഭൂതിയുടെ തലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ഇപ്പൊ നമ്മളിപ്പോ 4-ാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് 4 പുരുഷാർത്ഥങ്ങളെ പ്രതിപാദിക്കുന്നതാണ് 4-ാമത്തെ സ്കന്ധം. അതിൽ അതിമനോഹരമായിട്ട് ശ്രീ രഞ്ജിത് ജി അവിടെ എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ദക്ഷയാഗം എന്നുള്ളതായിട്ടുള്ള കഥാഭാഗം. അതായത് ഇവിടെ ധർമാർത്ഥ കാമ മോക്ഷത്തിനെ പ്രതിപാദിക്കുന്നതാണ് 4-ാമത്തെ പുരുഷാർത്ഥങ്ങളാണ്. അതായത് ധർമ്മത്തിൽ നിന്ന് അർത്ഥം സമ്പാദിക്കുക, ആ അർത്ഥത്തിൽ കൂടി നമ്മുടെ കാമനകൾ ആഗ്രഹങ്ങൾ സാധിക്കുക. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് പൊതുവെ സാധാരണ ജനങ്ങളൊക്കെ ഈ ധർമാർത്ഥത്തിൽ ധർമാർത്ഥ കാമത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് പതിവായി. പക്ഷേ ഭാഗവത പ്രേമികൾ അല്ലെങ്കിൽ ഭാഗവത പഠിതാക്കളൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അതായത് മോക്ഷം എന്നുള്ളതായിട്ടുള്ള കഥാഭാഗത്തിലേക്ക്. ഇതിന് ധർമ്മത്തിനെ പ്രതിപാദിക്കുന്ന ദക്ഷയാഗം പറയപ്പെട്ടു. ഇനിയിപ്പോൾ അർത്ഥത്തിനെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ധ്രുവചരിതമാണ് നമുക്കിവിടെ അനുസ്മരിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ കഥാഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പ്രിയവ്രത, അതായത് സ്വയംഭു മനുവിൻ്റെ പുത്രിമാരുടെ വംശമാണ് നമ്മൾ ഈ കഴിഞ്ഞ സ്കന്ധത്തിലായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ഭാഗത്തിലെ ആ ഒരു കഥാഭാഗം കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ഇപ്പോൾ പുത്രന്മാരാണ് അദ്ദേഹത്തിന്റെ സ്വയംഭുമനുവിന്റെ. സ്വയംഭുമനു തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി തന്നെയാണ്, ഏറ്റവും മഹാത്മാവാണ്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ വിഭൂതികളെ പറ്റി പറയുമ്പോൾ ഞാൻ മനുക്കളിൽ സ്വയംഭുവനാന്ന് പറയുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും 8-ാമത്തെ സ്കന്ധത്തിൽ അദ്ദേഹം ലോകത്തിനായിട്ട് തൻ്റെ സുനന്ദ നദിയുടെ തീരത്തിൽ അദ്ദേഹം തപസ് ചെയ്യുന്നതായിട്ടും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭൂതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായതായിട്ടുള്ള ആ അനുഭവം ലോകത്തിന് വിളിച്ചു പറഞ്ഞതായിട്ടുള്ള പരമാത്മാവാണ് സ്വയംഭുമനു. ആത്മാവാസ്യമിതം സർവം യത്കിഞ്ചിൽ ജഗത്യാൻ ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യസിദ്ധനം. അതായത് ഈശാവാസ്യ ഉപനിഷത്തിന്റെ സാരം തന്നെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞെന്നുള്ളതാണ്. അതായത് ആത്മാവാകുന്ന സമ്പത്ത് നമ്മുടെ കൂടെയുള്ളപ്പോൾ മറ്റ് ധനം നമുക്ക് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള സ്വയംഭുമനുവിൻ്റെ പുത്രന്മാരുടെ വംശത്തെ പറ്റിയാണ് നമുക്ക് ഇനി മുതലുള്ള കഥാഭാഗങ്ങൾ പഠിക്കാനുള്ളതെന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ളത് പ്രിയവ്രതനായിരുന്നു. ആ പ്രിയവ്രതന് തപസ്സിലായിരുന്നു താല്പര്യം, അദ്ദേഹത്തിന് രാജ്യഭരണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള ഉത്താനപാദ രാജാവാണ് രാജ്യം ഭരിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഭാഗവതം വ്യക്തമാക്കി തരുന്ന ചില കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അതായത് പ്രിയവ്രതന് തപസ്സിലാണ് താല്പര്യം. നമുക്ക് കാണാൻ സാധിക്കും ഇനി 5-ാമത്തെ സ്കന്ധത്തിൽ തുടക്കത്തിലായിട്ട് അവിടെ ആ പ്രവൃത്തി മാർഗത്തിൽ കൂടെ നിവൃത്തി മാർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രിയവ്രതന്റെ കഥയിൽ കൂടി ആയിട്ടുകൊണ്ട്. അപ്പൊ അവിടെ ആ പ്രിയവ്രതന് അവിടെ സ്വയംഭുമന് അച്ഛനായിട്ടുള്ള സ്വയംഭുമന് ഉപദേശിച്ചു കൊണ്ട് കേൾക്കാത്തതായിട്ടുള്ള പ്രിയവ്രതൻ പിന്നീട് തൻ്റെ മുത്തശ്ശനായിട്ടുള്ള ബ്രഹ്മാവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും രാജ്യഭരണത്തിലേക്ക് വരുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതായത് ഏതൊരു ജീവനാണെങ്കിലും ഈ പ്രവൃത്തി മാർഗത്തിൽ കൂടി നിവൃത്തി മാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ എത്തേണ്ട തലത്തെ നമുക്ക് പ്രാപിക്കാൻ വരും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി അത് മാത്രമല്ല, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള അനവധി കഥാപാത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അനവധി കഥാപാത്രങ്ങൾ കാണിച്ചു തരാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉത്താനപാദ രാജാവ് രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സുനീതിയായിട്ടും രണ്ടാമത്തെ ഭാര്യ സുരുചിയായിട്ടെന്നുള്ളതാണ്. അപ്പൊ
അപ്പൊ സുനീതി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അവിടെ വ്യക്തമാണ്. നല്ല ധർമ്മബോധമുള്ളവൾ അല്ലെങ്കിൽ നല്ല നീതിബോധമുള്ള എന്ന് പറയാം. അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യ എന്ന് പറയുന്നത് സുരുചിയായിരുന്നു. നല്ല രുചിപ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ വിഷയാസക്തയായിട്ടാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കാം. പലപ്പോഴും അങ്ങനെയാണ്, നീതിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ല. അത് നമുക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് പൊതുവെ സാധാരണ ജനങ്ങൾ എല്ലാവരും തന്നെ വിഷയാത്മകരാണ്, അല്ലെങ്കിൽ വിഷയത്തിൽ ആസക്തിയുള്ളവരാണ്. ഭാഗവത കഥകൾ കേൾക്കണമെന്നൊന്നും ധാരാളം ആൾക്കാർക്കൊന്നും താല്പര്യമൊന്നുമില്ല. അതേസമയം മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ആയിക്കഴിഞ്ഞാലോ അപ്പൊ ധാരാളം ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയാണ് വിഷയത്തിലേക്ക്, കാരണം നമ്മൾ ആചരിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് അത് തന്നെയാണ്. അങ്ങനെ ആ വിഷയാസക്തമായ മനസ്സിനെയാണ് ഇവിടെ സുരുചിയായിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പൊ ഇവിടെ സുനീതി, നീതിയുള്ള കഥാപാത്രം എന്ന് കണ്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഭാഗവതത്തില് മിക്കവാറും തന്നെ ഭാഗവതം കേൾക്കാൻ വരുന്നവർക്ക് തന്നെ എന്താണ്, സ്ത്രീ ഭക്തരാണ്, സ്ത്രീജനങ്ങളാണ് കൂടുതലും വരിക. പുരുഷന്മാരൊക്കെ വളരെ സത്രത്തിലൊക്കെ കാണാൻ സാധിക്കും. പൊതുവെ സപ്താഹത്തിന് പുരുഷന്മാരൊക്കെ വളരെ കുറവാണ് പങ്കെടുക്കുക. അപ്പം നമ്മൾ ഒരു സ്ത്രീ എന്തായിരിക്കണമെന്ന് ഭാഗവതം നമുക്ക് വ്യക്തമാണ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇന്ന് സ്ത്രീ ശക്തിയെ പറ്റി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ത്രീയാണ്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം? ഭാഗവതം പ്രഥമസ്കന്ധം എന്ന് പറയുന്നത് അധികാരി സ്കന്ധമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ അധികാരി സ്കന്ധത്തില് അവിടെ ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടുന്നതായിട്ടുള്ള ആ കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ ദ്രൗപദി ദേവിയും നമുക്കറിയാം ഉത്തരാദേവിയും കുന്തി ദേവിയാണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കഥാപാത്രമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ആ ദ്രൗപദി ദേവി തൻ്റെ ഭർത്താവായിട്ടുള്ള അർജുനന് ധർമ്മബോധം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ദ്രൗപദിയെ കാണാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ അടുത്തതായിട്ടുള്ള ഉത്തരാദേവി തനിക്ക് ആശ്രയം അഭയം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞതായിട്ട് ഉത്തരാദേവി. കാരണം ബാക്കി എല്ലാവരും തന്നെ മരണഭീതിയുള്ളവരാണ്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാലോ അവിടെ കുന്തിദേവിയെ പറ്റി പറയാൻ അവിടെ വാക്കുകളില്ലെന്നുള്ളതാണ്. അവിടെ ദേവിയുടെ ആ സ്തുതി തന്നെ എങ്ങനെയാണ് പറയുകയാണ്, അങ്ങനെ ആ ഭഗവാനെ പൂർണ്ണമായി നമസ്യേ പുരുഷം താദ്യം ഈശ്വരം പ്രകൃതേപരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം. ഞാൻ നമസ്കരിക്കണു ആ പുരുഷനെ, അല്ലാതെ തൻ്റെ സഹോദരന്റെ പുത്രനായിട്ട് ദേവി ഒരിക്കലും കാണില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ദേവിയുടെ സ്തുതിയൊക്കെ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്രയ്ക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും കൂടി ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് തനിക്ക് തൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് എന്ന് ലോകത്തിന് നമ്മൾക്ക് മനസ്സിലാക്കിയത് എന്താണ്, ഏറ്റവും ശ്രേഷ്ഠയായ വ്യക്തിത്വം തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നതായിട്ടുള്ള ആ കുന്തി ദേവി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോ ഈ സുനീതി അവരെ സ്മരിക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ സാധിക്കും. പിന്നെ അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ 3-ാമത്തെ സ്കന്ധത്തിൽ അനുസ്മരിച്ചതാണ് കാപിലയത്തില് ദേവഹൂതി മാതാവ്. അതായത് തൻ്റെ ഭർത്താവ് തപസ്സിലേക്കായിട്ട്, അതായത് രാജകന്യകയായിരുന്നു, തൻ്റെ രാജ്യത്തിലെ സുഖത്തിനെല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ ഭർത്താവിനെ സേവിക്കാനായിട്ട്, ഭർത്താവിനെ പരിചരിക്കാനായിട്ട് കാട്ടിലേക്ക് വന്ന് ഭർത്താവിൻ്റെ കൂടെ താമസിച്ച് അത് കഴിഞ്ഞിട്ട് അവർക്ക് പുത്രിമാരുണ്ടായി, പുത്രനുമുണ്ടായി. അതിനുശേഷം ഭർത്താവ് തപസ്സിലേക്കായിട്ട് മടങ്ങിപ്പോയപ്പോൾ അവിടെ തളരാതെ നിന്നു. പക്ഷേ എങ്കിലും തനിക്കും വേണം ഈ പറഞ്ഞായിട്ട് ഭർത്താവിൻ്റെ തലത്തിലേക്ക് തനിക്കും ഉയരണമെന്ന് തൻ്റെ പുത്രനോട് പറഞ്ഞ് ആ ഉപദേശം സ്വീകരിച്ചതായിട്ടുള്ള നമ്മളൊക്കെയാണ് കേൾക്കുമോ? നമ്മളൊക്കെ നമ്മുടെ പുത്രന്മാരുടെയൊക്കെ ഉപദേശം വേണ്ട, നീ പറഞ്ഞു തരണ്ട, ഞാൻ കുറെ കൂടുതൽ ഊണ് കഴിച്ചതാണ് ഇങ്ങനെ പറയും. അപ്പൊ അവിടെ നമസ്കരിക്കുന്നതായിട്ടുള്ള ദേവഹൂതി ദേവിയെ നമുക്ക് കാണിച്ചിരുന്നു പറയാണ്. ഇനി അടുത്ത കഥാപാത്രം എന്നുള്ള സുനീതി തന്നെയാണ്, നീതി ബോധമുള്ളവൾ തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കണം തൻ്റെ ജീവിതം കൊണ്ട് നടക്കണം. ദേവിക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ സുനീതിക്ക് ഉണ്ടായതായിട്ടുള്ള പുത്രനാണെങ്കിലോ ധ്രുവനാണ്. അതായത് നല്ല നീതിബോധമുള്ളവൾക്ക് ജനിക്കും. ധ്രുവൻ എന്ന് വെച്ചാൽ നാശമില്ലാത്തത്, ഉറച്ചത് എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തലത്തിലേക്ക് അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ട് സംസ്കാരം കൊടുത്തു വളർത്താൻ ഇവിടെ ഈ അമ്മയ്ക്ക് സാധിച്ചു, സുനീതിക്ക് എന്നുള്ളതാണ്. ഇനി അടുത്ത് മറ്റേ സുരുചി വിഷയാസക്തയാണ്. വിഷയങ്ങളായിട്ട്, അതായത് രാജാവിന് വിഷയങ്ങളോടായിരുന്നു താല്പര്യം, വിഷയാസക്തയായിട്ടുള്ള ഭാര്യയോടായിരുന്നു താല്പര്യം, രുചിയിൽ പ്രാധാന്യം, അവരുടെ പുത്രനായിട്ട് ഉത്തമനായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ അവരുടെ രാജകൊട്ടാരത്തിൽ. പിന്നെ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും അടുത്ത സ്ത്രീ കഥാപാത്രം എന്നൊക്കെ പറയുമ്പോൾ വാമനാവതാര സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും വിന്ധ്യാവലി. ഒരേ ഒരു ശ്ലോകമുള്ളൂ.
ആ ദേവിയുടെ മഹത്വം നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നു. പിന്നെ ഗോപികമാരായിട്ട്, പിന്നീട് ഭഗവാന്റെ പത്നിമാരായിട്ട്, ഇവരെയൊക്കെ ശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് ഭാഗവതം നമുക്ക് കാണിച്ചു തരാണ്. എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ എന്നുള്ളത് നമുക്ക് ഭാഗവതം മനസ്സിലാക്കി തരുന്നതായിട്ട് കാഴ്ച കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ ഈ സുനീതിയുടെ ജീവിതം, സുനീതിക്കും സുരുചിക്കും പ്രത്യേകം കൊട്ടാരമെല്ലാം ആ ഉദ്ദാനപാത രാജാവ് ഇങ്ങനെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ദിവസം കുട്ടികൾ ആ കൊട്ടാരത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ, അതായത് സുരുചിയുടെ കൊട്ടാരത്തിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് കളിക്കേണ്ട കുട്ടികൾ. അപ്പം ആ സമയത്ത് ഉത്തമന് അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്, ധ്രുവനും ഇഷ്ടമാണ്. പക്ഷേ ആ ചെറിയമ്മയെ ഭയന്നിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. ഉത്തമൻ വേഗം പോയിട്ട്, ഉത്തമൻ തൻ്റെ അമ്മയാണ് സുരുചി, അതുകൊണ്ട് വേഗം തന്നെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് കുട്ടികൾ എങ്ങനെയാണ്, ചെറിയ കുട്ടികൾ മറ്റൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ മറ്റൊരു കുട്ടി കാണിക്കരുത്, അവരത് അനുകരണ സ്വഭാവമുള്ളവരാണ് കുട്ടികൾ. അപ്പൊ വേഗം തന്നെ തൻ്റെ അച്ഛനല്ലേ, അപ്പൊ എനിക്കും മടിയിൽ കയറിയിരിക്കാനുള്ള വേഗം തന്നെ ആ അച്ഛൻ്റെ മടിയിലേക്ക് കയറിയിരിക്കാൻ ശ്രമിച്ചു. കയറിയിരുന്നില്ല. അതിന് ചെറിയമ്മ തടസ്സപ്പെടുത്തി. സുരുചി മാതാവ് പറഞ്ഞു, അതായത് നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ ഇതാ അടുത്ത ജന്മത്തിൽ നീ ഭഗവാനെ ഭജിച്ച് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കുകയാണെങ്കിൽ നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അപമാനം കുട്ടികൾക്ക് ഇല്ലെങ്കിലും, പക്ഷെ ഇവിടെ ധ്രുവന്റെ ഉള്ളില് ആ ക്ഷാത്ര ഗുണം, ക്ഷത്രിയനാണ് ധ്രുവൻ. അപ്പൊ ആ ഗുണം നന്നായിട്ട് അധികരിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാനല്ലേ, എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. പക്ഷേ ആ ചെറിയമ്മ പറഞ്ഞ വാക്കുകളൊന്നും ശരിക്കും പറഞ്ഞാൽ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവനത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഭഗവാനെ തപസ് ചെയ്യണം എന്നുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായി. എന്തുകൊണ്ടെന്നാൽ തൻ്റെ അമ്മ ഒരു തപസ്വിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വാക്കുകളൊക്കെ ധ്രുവന് മനസ്സിലായി. അപ്പൊ വേഗം തന്നെ ഇവിടെ ആ സുരീന്ദ്രയുടെ അടുത്ത് തൻ്റെ പരിചാരികമാര് വന്നിട്ട്, കൊട്ടാരത്തിലെ പരിചാരികമാര് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടി വരുന്ന കാര്യമൊക്കെ നന്നായിട്ട് വേഗം വന്നു. ധ്രുവൻ ഓടി വന്നു അമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മ ഇത് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണു പരിചാരികൾ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ദേവി ഒന്ന് വിഷമിക്കുന്നുണ്ട്, മനസ്സൊന്ന് പെടയുന്നുണ്ട്. അതായത് തൻ്റെ പുത്രനുള്ളതായിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവല്ലോ എന്ന് പറയാം. അപ്പോൾ ഈ ഉണ്ണി അവിടെ എത്തിയപ്പോഴത്തേക്കുണ്ട്, ധ്രുവൻ അവിടെ എത്തിയപ്പം അമ്മ ചോദിച്ചു എന്നുള്ളതാണ്, എന്താണ് ഉണ്ണി കരയണത്? അപ്പൊ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അമ്മ കാര്യം. സുരുചി മാതാവ് എൻ്റെ അച്ഛൻ്റെ മടിയിലിരുത്താൻ എന്നെ അനുവദിച്ചില്ല. എൻ്റെ അച്ഛനല്ലേ, പിന്നെ എന്തുകൊണ്ട് എന്നെ അവിടെ മടിയിലിരുത്തിയില്ല? അപ്പൊ ചോദിച്ചു പിന്നെ എന്ത് പറഞ്ഞു സുരുചി മാതാവ്? അപ്പൊ പറഞ്ഞു അതല്ല, ഭഗവാനെ തപസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കുണ്ട് അവിടെ ആ സുനീതി, നമ്മൾ പറഞ്ഞു നല്ല ധർമ്മബോധമുള്ളവളായിരുന്നു. സാധാരണ സ്ത്രീകളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ സുരുചി മാതാവിനെ അല്ലെങ്കിൽ സുരുചിയെ കുറെ ചീത്തയൊക്കെ പറയുക. പക്ഷെ ഇവിടെ അത് ചെയ്തില്ല. അതായത് ചെറിയ കുട്ടികളുടെ മുന്നിൽ മറ്റൊരാൾക്ക് അധിക്ഷേപിച്ച് പറയാൻ പാടില്ല. അവിടെ വെച്ച് സുനീതി, നല്ല നീതിബോധമുള്ളതായിട്ടുള്ള ആ അമ്മ പറഞ്ഞു കൊടുത്തു എന്നറിയാണ്. അവനവന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം അവനവന്റെ കർമ്മം തന്നെയാണ്, അല്ലാണ്ട് മറ്റുള്ളവരെ പഴിചാരാൻ പാടില്ല എന്ന് പറയാണ്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭാഗവതം വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരണമെന്നറിയാം. അതായത് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിലേക്ക് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്തി ദേവി നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, ഈ പരീക്ഷിത മഹാരാജാവ് എന്തിനാണ് കലിയെ നിഗ്രഹിക്കാതിരുന്നത്? അല്ലെ, കലിയിൽ ദോഷങ്ങൾ കൂടുതലല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് കലിയെ നിഗ്രഹിച്ചില്ല? അവിടെ വെച്ച് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. സാരംഗ ഇവ സാരബുക്ക് എന്ന് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാരംഗ ഇവ സാരബുക്ക് എന്ന് പറയാണ്. എന്താണ് സാരംഗം എന്ന് പറഞ്ഞാൽ ഈ തേനീച്ച. അതായത് ആ തേനീച്ച അനവധി പുഷ്പങ്ങളിലേക്ക് അല്ലെങ്കിൽ അനവധി പൂക്കളിലേക്ക് തേൻ നുകരാനായിട്ട് പോകും. ആ ചെടിക്ക് അല്ലെങ്കിൽ ആ പൂവ് ഉണ്ടായിരിക്കുന്ന ചെടിയിൽ എന്ത് ദോഷമുണ്ടെന്ന് ശ്രദ്ധിക്കാറില്ല. അതിന് വേണ്ടത് എന്താണോ അത് ആ തേനിനെ മാത്രം ഗ്രഹിക്കുക, എന്നിട്ട് അത് പറന്നു പോകുക. ഇതുപോലെ ആയിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ഇതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരെന്നും ഭാഗവതം പഠിപ്പിക്കണം നമ്മളെ. അതായത് നമ്മൾ പല വ്യക്തികളുമായിട്ടുള്ള സംസർഗത്തിൽ നമുക്ക് ഇരിക്കേണ്ടി വരും സമൂഹത്തിൽ ഇരിക്കുമ്പോൾ. പക്ഷെ ആ വ്യക്തികളുടെ ഒന്നും
തന്നെ ദോഷം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അവരിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടാകും. ആ നന്മകളെ മാത്രം സ്വീകരിക്കാൻ ഉള്ളൊരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമുക്ക് ഭാഗവതം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെയും സുനീതി അത് തന്നെയാണ് ചെയ്തത്. സുരുചി മാതാവ് എന്ത് വേണേ പറഞ്ഞോട്ടെ, പക്ഷേ കുട്ടിയോട് പറഞ്ഞ എന്താണ്? തപസ്സല്ലേ പറഞ്ഞത്, ഭഗവാനെ തപസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അതിപ്പോ നിന്റെ മുത്തശ്ശനായിട്ടുള്ള സ്വയംഭൂമനു തപസ്സിൽ കൂടിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നിന്റെ അച്ഛനാണെങ്കിലോ, അച്ഛനും വളരെ തപസ്വിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സമയത്ത് ഒന്ന് വിഷയാസക്തമായി പോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടി കുട്ടിയെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള, ഗംഭീരമായിട്ട് ഉപദേശം കൊടുക്കുന്നതായിട്ടുള്ള ഒരമ്മയെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരം തൻ്റെ ഉണ്ണിക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള ഒരു അമ്മയെ നമുക്ക് ഭാഗവതം മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അമ്മ. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഉപാസിക്കലായിരിക്കണം, ഭഗവാനെ തപസ്യനായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് സാധാരണ സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. വേണ്ട, എങ്ങോട്ടും പോകണ്ട. അപ്പൊ കുട്ടി പറഞ്ഞു, എനിക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യണം. അതിന് അമ്മയെ അനുവദിച്ചു എന്ന് പറയണം. കാരണം അമ്മയ്ക്ക് നല്ല ബോധമുണ്ട്, അല്ലെങ്കിൽ നല്ല തൻ്റെ കുട്ടി ഇന്ന തലത്തിലേക്ക് എത്തും നല്ല ബോധമുള്ളവൾ തന്നെയായിരുന്നു, സുനീതിയായിരുന്നു അവൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കുട്ടി ഒരിക്കലും വഴി തെറ്റിപ്പോകില്ല, അല്ലെങ്കിൽ ലക്ഷ്യം മാറിപ്പോകില്ല, നല്ല ഉറപ്പുള്ളവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ധ്രുവൻ ആ തലത്തിലേക്ക് ഉയരാൻ പോകുന്നതും. ഈ സമയത്താണ് അവിടെ ഭാഗവതത്തിൽ മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞതായിട്ടുള്ള ധ്രുവൻ ഇങ്ങനെ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോവുകയാണ്. എന്താ ചെയ്യേണ്ടത് കുട്ടിക്കൊന്നും അറിയില്ല, 5 വയസ്സ് മാത്രം. ഇങ്ങനെ ഈ സമയത്ത് നാരദ മഹർഷി ഇതിങ്ങനെ കാത്തിരിക്കുകയാണ്. കേരളക്കാരുടെ നാരദ മഹർഷി അല്ലാട്ടോ ഭാഗവതം പറയണത് അല്ലെ. കേരളക്കാര് സദാസമയം നാരദ മഹർഷിയെ അല്ലെ, അവന് നാരദന്റെ സ്വഭാവ, അല്ലെങ്കിൽ അവൾക്ക് നാരദന്റെ സ്വഭാവ, ഇങ്ങനെയാണ് പറയുക. പക്ഷെ ഭാഗവതം അങ്ങനെയല്ല പറയേണ്ടത്. ജയതി ജഗതിമായ യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമിയാതോ യത് കൃപാദോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. അത് ആര് പറഞ്ഞ? ഭക്തി ദേവി നാരദ മഹർഷിയെ സ്തുതിച്ചതാണ് മഹാത്മ്യത്തില്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, അതായത് ഭഗവാനിലേക്ക് നമ്മളെ ഓരോരുത്തരെയും എത്തിക്കുന്നതായിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ ഭക്തന്മാരെ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കണവനാൻ തന്നെയാണ്. അതായത് നാരം ദദാതി ഇതി നാരദ, അതായത് ജ്ഞാനം പകർന്നു കൊടുക്കുന്നവനാണ് നാരദൻ എന്നുള്ളതാണ്. അപ്പൊ നാരദ മഹർഷി ഈ അമ്മ പറഞ്ഞ വാക്ക് ഏറ്റവും അടുത്ത് കേട്ടതുപോലെ എന്നൊക്കെ ഭാഗവതം പറയുകയാണ്. അങ്ങനെ ആ കുട്ടി പോണ വഴിക്ക് നാരദ മഹർഷിയും പോയി എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും തൻ്റെ ഭക്തനെ ഭഗവാനിലേക്ക് ആക്കണം. പക്ഷെ നാരദ മഹർഷി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി ധ്രുവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോണ കാഴ്ച കാണുകയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് കാര്യങ്ങൾ. അപ്പൊ കാര്യങ്ങളൊക്കെ ധ്രുവൻ അവതരിപ്പിച്ചു. അപ്പൊ അത് സാരില്ല, ചെറിയമ്മ പറഞ്ഞ വാക്കൊന്നും കാര്യമാക്കണ്ട, നിനക്ക് അച്ഛൻ്റെ മടി ഇരിക്കുകയല്ലേ വേണ്ടത്, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ പറഞ്ഞാൽ നിന്റെ അച്ഛൻ കേൾക്കും, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. ഞാൻ വരില്ല. അപ്പോൾ പിന്നെയും പറഞ്ഞു, കുട്ടിക്ക് ഇപ്പം തപസ് ചെയ്യാണ്, എനിക്ക് തപസ് ചെയ്യണം, ഭഗവാനെ തപസ് ചെയ്യണം. അപ്പോൾ കുട്ടിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല പറഞ്ഞു. കുട്ടിക്ക് കൊട്ടാരത്തിൽ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ, അതിന് തപസ്സിന് പ്രായമായിട്ടില്ലോ. അപ്പൊ അവിടെ വെച്ചിട്ട് ഭാഗവതം വളരെ രസമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ധ്രുവൻ എന്നിട്ട് പറയണ്ട്, നാരദ മഹർഷി പറയാണ്, ഗുണാധികാൻ മുദം ലിപ്സേത് അനിക്രോശം ഗുണാധമാൻ മൈത്രി സമാനാത് അന്യച്ച് ന താപൈ അഭിഭൂയതേ. ഭാഗവതം അതിമനോഹരമായിട്ടുള്ള ശ്ലോകമെല്ലാം പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മളെക്കായാലും ഗുണമുള്ളവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകണം. ഇനിയിപ്പം നമ്മളെക്കായാലും ആ ഗുണങ്ങൾ കുറവാണെങ്കിൽ അവരോട് ഒരു മൈത്രി ഭാവം വേണമെന്ന് പറയാം, ഒരു കാരുണ്യം ഉണ്ടാകണം എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ സമമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് എന്ത് വേണം, ഒരു മൈത്രി ഭാവം വേണം എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ ആ ധ്രുവന്റെ ഉള്ളിൽ ആ ക്ഷാത്ര ഗുണം ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന സമയം, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും കേട്ടാൽ അവിടെ ധ്രുവനെ ഇളക്കാൻ, കാരണം ധ്രുവനാണതെന്നുള്ളതാണ്. അപ്പൊ ആ ധ്രുവന് യാതൊരു ഇളക്കവും സംഭവിക്കണില്ല. അവിടെ വെച്ചിട്ട് ധ്രുവൻ പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പറയാണ്, ന്യൂനം ഭവാൻ ഭഗവതോ യോഗജ പരമേട്ടിന വിധു തന്നടതേ വീണ ഹിതാർത്ഥം ജഗതോ അർക്കവത്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം പറയുകയാണ്. ധ്രുവൻ പറയാണ്, അതെ നാരദ മഹർഷി, എനിക്ക് അങ്ങോട്ട് പറയണം, അങ്ങ് സൂര്യനെ പോലെ, അർക്കനെ പോലെയല്ലേ, സൂര്യനെ പോലെയല്ലേ. എല്ലായിടത്തും സൂര്യൻ എങ്ങനെയാണ് തൻ്റെ ഈ ഇരുട്ടിനെ മാറ്റി പ്രകാശം പകർന്നു കൊടുക്കാൻ വേണ്ടി സൂര്യൻ ഉദയം അസ്തമയമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യൻ സഞ്ചരിക്കുന്ന കാര്യം നമുക്കറിയാം. പക്ഷേ പ്രകാശം പകർന്നു കൊടുക്കാനാണ് അങ്ങെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനപ്രകാശം പകർന്നു തരൂ, അല്ലാതെ അങ്ങ് എൻ്റെ തപസ് മുടക്കും. ഇപ്പം ഞാൻ അങ്ങേ പ്രതീക്ഷിക്കണമെന്നല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്,
ഞാൻ കാട്ടിൽ തപസ്സിനായിട്ട് പോവുമായിരുന്നു. അപ്പോൾ അങ്ങ് എൻ്റെ അടുത്തേക്ക്, അതായത് ഭാഗവതം നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഭാഗവതത്തിൽ പലയിടത്തായിട്ട് നമുക്കിത് ഭാഗവതം നമുക്ക് മനസ്സിലാക്കി തരണം. ഗുരു നമ്മൾ അതിന് പ്രാപ്തരായെങ്കിൽ, ആ ഗുണങ്ങൾ നമുക്ക് ഗുരുവിനെ തേടാനുള്ള പ്രാപ്തി നേടി തന്നു കഴിഞ്ഞാൽ, അവസരമായി കഴിഞ്ഞാൽ ഗുരു നമ്മെ തേടിയെത്തും. അതാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ധ്രുവന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങ് അർക്കനെ പോലെ, സൂര്യനെ പോലെ അവിടെ വെച്ചപ്പോഴത്തേക്കുണ്ട് നാരദ മഹർഷി പറഞ്ഞു, ഇവൻ ചില്ലറക്കാരനല്ല അല്ലേ, ഇവൻ ആ ഇപ്പൊ ഈ ഭക്തിദേവിക്ക് എങ്ങനെ സ്തുതിക്കാൻ സാധിച്ചു അല്ലെ, ഇവിടെ പറയേണ്ടതാണ്. ഇങ്ങനെ ആ ധ്രുവനെ ആ ധ്രുവപദത്തിലേക്ക് എത്തിച്ച നാരദ മഹർഷി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭാഗവതം നമുക്ക് മനസ്സിലാക്കി തന്നെ പരമ്പരയായിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കണത്, ഇതൊക്കെ ശ്രവിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കാൻ സാധിക്കണം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവിടെ ആ നാരദ മഹർഷി ഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം കൊടുത്തു എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവിടെ തത്താതഗച്ച ഭദ്രന്ത യമുനായ സ്ഥടശുച പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാഹരേ. അവിടെ വൃന്ദാവനത്തിലെ മധുവനത്തിലേക്ക് പോയിക്കോളൂ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണു. അങ്ങനെ ഹരിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വൃന്ദാവനത്തിലെ മധുവനത്തിലേക്ക് നീ പോയിക്കോളൂ. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അവിടെ ഭഗവാന്റെ ആ എന്താണോ നമുക്ക് ആ സ്ഥലത്ത് നിനക്ക് ലഭ്യമാകുന്ന പദാർത്ഥങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കാം. അത് മാത്രമല്ല ഭഗവാനെ ധ്യാനിക്കാനുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള രൂപമെല്ലാം പറഞ്ഞു കൊടുത്തു എന്നറിയാം. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്ര ഗതാപത്മൈർ അഭിവ്യക്ത ചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാനിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയ വാസസം. അവിടെ വെച്ചിട്ട് ഭഗവാനെ ധ്യാനിക്കാനതായിട്ടുള്ള ആ ഭഗവാന്റെ ശംഖചക്ര ഗതാപത്മധാരിയായിട്ടുള്ള ആ രൂപത്തെ പറഞ്ഞു കൊടുത്തു ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല അവിടെ വെച്ച് ഒരു മന്ത്രം, ദ്വാദശാക്ഷി മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതായിട്ടുള്ള ദ്വാദശാക്ഷരി മന്ത്രവും അവിടെ ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അത് ഇപ്പൊ ഇവിടെ നാരദ മഹർഷി ഇത് പറയുമ്പോഴത്തേക്കും നാരദ മഹർഷിയും അങ്ങനെ തന്നെ വന്നിട്ടുള്ളതാണ്. ഭാഗ്യോദേന ജഘുജന്മ സമാർജിതേന സത്സംഗമം ജലപദേ പുരുഷോ യഥാവേ അജ്ഞാനഹേതകൃത മോഹ മഹാന്ധകാര നാശം വിധായിക്കതോ ഉദയദേ വിവേക. ഭാഗവതം പറയണം. അതായത് ഭാഗ്യോദേന ബഹുജന്മ സമാർജി, എത്രയോ ജന്മം ഭാഗ്യം ചെയ്തുള്ളവർക്ക് മാത്രമാണ് സത്സംഗം ലഭിക്കുക. അതായത് നാരദ മഹർഷിയുടെ കഥ നമ്മൾ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധ തുടക്കത്തിൽ കണ്ടതാണ്. അതായത് നാരദ മഹർഷി തൻ്റെ പൂർവ്വജന്മത്തില് ഒരു ദാസീപുത്രനായിട്ട് ജനിച്ചു. പിന്നീട് അവിടെ ആ സപ്തർഷികളുടെ ആ മഹർഷിമാരുടെ സത്സംഗത്തിൽ കൂടെ അദ്ദേഹത്തിനും ഒരു നാമം, അതായത് ചതുർവ്യൂഹ മന്ത്രമെല്ലാം ആ മഹർഷിമാർ പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ പാർഷദനായിട്ട് ജനിക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ഈ സത്സംഗ മാഹാത്മ്യം എന്ന് ഭാഗവതം പറയാം. അതായത് ഈ ഗുരു പരമ്പരയായിട്ട് നമുക്ക് പകർന്നു തന്നതാണ് ഈ പറഞ്ഞതായിട്ടുള്ള അറിവുകളെല്ലാം തന്നെ. ഇവിടെ വെച്ചിട്ട് ഈ ഓം നമോ ദ്വാദശാക്ഷി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ ധ്രുവന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ച്, ഇപ്പോ അമ്മയെ അനുഗ്രഹിച്ചു വിട്ടു, ഗുരുവും അനുഗ്രഹിച്ചു. ആദ്യത്തെ ഗുരു അമ്മയാണ്, അടുത്തത് ആത്മീയ ഗുരു അതായത് നാരദ മഹർഷിയാണ്. ഇങ്ങനെ ഒരു കുട്ടി വഴിതെറ്റുക ഒരിക്കലും വഴിതെറ്റില്ല. അങ്ങനെ ആ കുട്ടിയെ അനുഗ്രഹിച്ചു എന്നുള്ള നാരദ മഹർഷി അനുഗ്രഹിച്ചു. നാരദ മഹർഷി വേറെ എങ്ങോട്ടും പോയില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ നാരായണ നാമം ചൊല്ലിക്കൊണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം വേഗം പോയത് തന്നെ തിടുക്കത്തി പോയത് എങ്ങോട്ടാ? ആ കൊട്ടാരത്തിലേക്കാണ് പോയത്. അതായത് ഉത്താനപാദ രാജാവിന് താൻ ചെയ്ത തെറ്റു മനസ്സിലായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്താനപാദ രാജാവിൻ്റെ അടുത്തേക്കാണ് നാരദ മഹർഷി പോയി എന്നുള്ളതാണ്. അവിടെ പോയിട്ട് അവിടെ വെച്ചിട്ട് ചോദിച്ചു, എന്താ രാജ്യം വിഷമിച്ചിരിക്കേണ്ടത്? പറഞ്ഞു, എന്ത് പറയാൻ നാരദ മഹർഷി, അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ ഈ പറഞ്ഞതായിട്ടുള്ള സുരുചിയോടുള്ള താല്പര്യം കാരണം എൻ്റെ പുത്രനെ ഞാനിങ്ങനെ അവഗണിച്ചു വിട്ടു. അവൻ എങ്ങോട്ടാ പോയിരിക്കണം തന്നെ എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ എവിടെ പോയാൽ എനിക്ക് അറിയില്ല. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമായി. അങ്ങക്ക് അറിയാൻ വയ്യാത്തതല്ലോ. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ പുത്രൻ ആ ഭഗവാനെ തപസ് ചെയ്ത് ആ ഭഗവാന്റെ അനുഗ്രഹം നേടി മടങ്ങി വരും. പക്ഷെ എവിടേക്കാ പോയെന്നുള്ള കാര്യം മാത്രം പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് കാരണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്താനപാദ രാജാവ് ചെന്നിട്ട് ആ ധ്രുവന്റെ തപസ് മുടക്കും. അത് വേണ്ട എന്തായാലും. അങ്ങനെ പിന്നീട് അവിടെ ധ്രുവൻ അവിടെ ആ വൃന്ദാവനത്തിലെ മധുവനത്തിലേക്ക് പോയി അവിടെ പോയിട്ട് തൻ്റെ വിശപ്പിനെ അടക്കണമെന്നുള്ളതായിട്ടുള്ള, അതായത്
3 ദിവസം കൂടുമ്പോഴത്തേക്കുണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അങ്ങനെ 1 മാസം ചെയ്തു എന്നുള്ള, അതായത് ഈ പറഞ്ഞായിട്ട് വീണ് കിട്ടുന്ന ഹിംസ ഒഴിവാക്കിക്കൊണ്ട് വീണ് കിട്ട പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടെന്ന് പറയാം. പിന്നെ അടുത്ത 2-ാമത്തെ മാസം 6 ദിവസം കൂടുമ്പോൾ 1 നേരം, അങ്ങനെ 1 മാസം അത് ഈ ഉണങ്ങിയ ഇലയൊക്കെ ഭക്ഷിച്ചുകൊണ്ട്. 3-ാമതായിട്ട് 9 ദിവസം കൂടുമ്പോൾ 1 നേരം 1 മാസമായിട്ട് വെള്ളം അഭക്ഷ എന്ന് ഭാഗവതം പറയാം. അപ്പൊ വെള്ളം മാത്രം ഭക്ഷണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് പിന്നീട് 4-ാമത്തെ മാസമായപ്പോഴുണ്ട് 12 ദിവസം കൂടുമ്പോൾ 1 നേരം, അങ്ങനെ 1 മാസം വായുവിനെ മാത്രം ഭക്ഷണമായിട്ട് സ്വീകരിച്ചുകൊണ്ട്. പിന്നീട് 5-ാമത്തെ മാസമായപ്പോൾ ആ വായുവിനെ തന്നെ തൻ്റെ ഉള്ളിൽ അടക്കിയ ഒരവസ്ഥ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഭാഗവതം പറഞ്ഞു തരില്ലേ, നമ്മളും പഠിച്ചിട്ടുണ്ട്, നാരായണന്ന് സദാ ജപിച്ചാൽ പാപം കെടും പശുകെടും വ്യസനങ്ങൾ തീരും നാവിനുണർച്ച വരും ഏറ്റവും അന്ത്യകാലെ ഗോവിന്ദ പാദപത്മങ്ങൾ തെളിഞ്ഞു കാണാം. ഇതിവിടെ ധ്രുവൻ അന്വർത്ഥമാക്കി എന്നുള്ളതാണ്. അങ്ങനെ ആ സമഷ്ടി പ്രാണൻ ഈ ധ്രുവനാകുന്ന വിഷ്ടിപ്രാണിലേക്ക് വന്നു എന്ന് പറയാണ്. അങ്ങനെ ആ വായുവിനെ തന്നെ ധ്രുവൻ എങ്ങനെ സ്തംഭിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് ആ ഭൂമിയിൽ തപസ് ചെയ്യുന്ന കാഴ്ച ഭാഗത്ത് നമുക്ക് വർണ്ണിക്കണു. എന്നിട്ട് ആ ഭൂമി ഇങ്ങനെ താഴോട്ട് പോണ പോലെയായി എന്ന് പറയാം. അത്രയ്ക്ക് ആ പൂർണ്ണമായിട്ട് സമഷ്ടി പ്രാണം മുഴുവൻ ഇപ്പോൾ ആ ധ്രുവന്റെ ഉള്ളിലായി തീർന്നു. ഈ സമയത്ത് ദേവന്മാർക്കും നല്ല എല്ലാവർക്കും തന്നെ ശ്വാസനിരോധം സംഭവിച്ചു. അങ്ങനെ ദേവന്മാർ പോയിട്ട് ഭഗവാനോട് പറയും, ഭഗവാനെ എന്താണ് ഈ കാണുന്നത്, നമുക്കൊന്നും ശ്വാസം എടുക്കാൻ പറ്റണില്ല. അവിടെ വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, മാഭൈഷ്ട അല്ലേ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഇവിടെ ഞാനിങ്ങനെ എൻ്റെ ആ വത്സനായിട്ട് എൻ്റെ ഭക്തനായിട്ടുള്ള ധ്രുവന്റെ തപസ്സാണ് ഇതിന് കാരണം, ഞാൻ വേഗം പോയിട്ട് അവനെ ആ അനുഗ്രഹം കൊടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് ദേവന്മാരെ ആശ്വസിപ്പിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ അവിടെ ആ ധ്രുവന്റെ മുമ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ധ്രുവന്റെ മുമ്പിൽ ഭഗവാനെ, ആ ചതുർഭുജധാരിയായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ധ്രുവൻ. ആ സമയത്ത് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ പോലും അറിയാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ദൃഢമായിരുന്നു, ആ ഏകാഗ്രതയായിരുന്നു ധ്രുവന്റെ ഭക്തിക്കുള്ളതാണ്. വേഗം തന്നെ ഭഗവാനെ മനസ്സിൽ ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോ വേഗം തന്നെ ഭഗവാൻ ആ ധ്രുവന്റെ ഉള്ളിൽ നിന്ന് തൻ്റെ രൂപത്തെ അങ്ങോട്ട് മറച്ചു എന്നുള്ളതാണ്. അപ്പൊ വേഗം തന്നെ പിടഞ്ഞ് നോക്കുമ്പോഴത്തേക്കുണ്ട് താൻ ഏതൊരു രൂപത്തെയാണോ മനസ്സിൽ ധ്യാനിച്ചത് എന്നുള്ളതാണ്. ആ ഭഗവാൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കണു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് കുട്ടിക്ക് അറിയില്ല, വെറും 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ വേഗം തന്നെ ഭഗവാനെ വീണ് നമസ്കരിച്ചു എന്നുള്ളതാണ്. ഭഗവാനെ മനസ്സിലായി ഇവൻ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്. അപ്പൊ ഭഗവാനോട് വെച്ചിട്ട് ഗംഭീരമായിട്ട് അത് തൻ്റെ ആ ബ്രഹ്മമയമായിട്ടുള്ള ആ ശബ്ദബ്രഹ്മമായിട്ടുള്ള ഭഗവാന്റെ ശംഖ് പറയാണ്. അവിടെ ധ്രുവന്റെ ആ കവിളില് മെല്ലെ ഒന്ന് പസ്പർശബാലം കൃപയാക്ക പോലെ ഇങ്ങനെ മെല്ലെ ഒന്ന് തലോടി എന്നുള്ളതാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ആ സ്തുതിയാണ് അവിടെ. ഭാഗവതം സ്തുതി പ്രധാനമാണെന്ന് നമുക്കറിയാൻ സാധിക്കും. കാരണം ഈ ഭഗവാന്റെ ഭക്തന്മാര് തപസ്സിൽ കൂടി അല്ലെങ്കിൽ ഭക്തി കൂടി ആർജിച്ചതായിട്ടുള്ള അനുഭൂതിയുടെ സ്തുതികളൊക്കെ തന്നെ അനുഭൂതിയുടെ തലമാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്ക് ആ അനുഭൂതി ഉള്ളത് കൊണ്ടാണ് അവർ ഏത് സ്തുതി എടുത്ത് നോക്കിക്കോളും, അതിലൊക്കെ ആ അനുഭൂതി കാണാൻ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് അവിടെ സ്തുതിക്കുകയാണ്. ഇവിടെ ഈ പഞ്ചഭൂതങ്ങളുടെ പറഞ്ഞായിട്ടുള്ള ഓരോ ഭൂതങ്ങളുടെ ആയിട്ടും ആ ബീജാക്ഷര മന്ത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പറയാണ്. ഹം എന്ന് പറയുന്നത് ആകാശതത്വത്തിന്റെ ബീജാക്ഷരമായിട്ട്, എം എന്നുള്ളത് വായുതത്വത്തിന്റെ ബീജാക്ഷരമായിട്ട്, പിന്നെ രം എന്നുള്ളത് അഗ്നിതത്വത്തിന്റെ ബീജാക്ഷരമായിട്ട്, വം എന്നുള്ളത് ജലതത്വത്തിന്റെ ബീജാക്ഷരമായിട്ട്, ലം എന്നുള്ളത് പൃഥ്വി തത്വത്തിന്റെ ബീജാക്ഷരമായിട്ട് പറയണം. അതുകൊണ്ട് ഈ എം എന്നുള്ളതായിട്ടുള്ള ആ ബീജാക്ഷരം എന്ന് പറയുന്നത് വായുതത്വത്തെ പ്രതിനിധാനം ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രാണനെ ജയിക്കാനുള്ളവർ അല്ലെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള സ്തുതിയിലായിട്ട് എം പ്രവ്രജന്തം നമ്മൾ കണ്ടിട്ടുണ്ട്, വരീയാനേഷു അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ എല്ലാം ഒരുമാതിരി സ്തുതികളിലൊക്കെ ഈ അക്ഷരം പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, തുടക്കം അങ്ങനെ കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇവിടെ അത് തന്നെയാണ് ഉണ്ടായത്. ഈ പറഞ്ഞതായിട്ടുള്ള യൊന്ത പ്രവിശ്യ മമ വാചിമിമാം പ്രസുപ്താം സഞ്ജീവിയത്തികില ശക്തിധര സധാംന അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം പ്രിയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിന് ഇത്തിരി പ്രാധാന്യം കൂടുതൽ തന്നെയാണ്. കാരണം ഇതൊക്കെ നമ്മൾ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ശ്ലോകം തന്നെയാണ്. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ ഭഗവാനിലേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം ഈ ഭഗവാന്റെ കാരുണ്യമില്ലാതെ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉറങ്ങിക്കിടന്നായിട്ടുള്ള വാക്കുകളെ പ്രസുപ്തമാക്കിക്കൊണ്ട് ഉണർത്തിക്കൊണ്ടത്. അത് മാത്രമല്ല
എൻ്റെ ഓരോരോ അംഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ആ അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദി എൻ്റെ ഓരോരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ, എൻ്റെ പ്രാണശക്തി ഉയർത്തിയതായിട്ടുള്ള ആ ഭഗവാൻ, പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, അനവധി ശ്ലോകങ്ങൾ അവിടെ പറയുന്നുണ്ട്. ധ്രുവന്റെ സ്തുതിയാണ്. ഭക്തി മുഖപ്രഭകഥ ത്വയിമേ പ്രസംഗോ ഭൂയാതനന്തമകഥാ മമലാശയാനാം ഏനാഞ്ജസോൽബണം ഒരു വ്യസനം ഭവാബ്ദീം നേഷ്യേ ഭവത് ഗുണകഥ അമൃതപാനമത്ത. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭക്തി മുഖപ്രഭകഥ ത്വയിമേ പ്രസംഗോ, എനിക്ക് വീണ്ടും 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 ഭഗവാനെ ഭക്തി തന്ന് അനുഗ്രഹിക്കും. എന്തിനാണ് ഭക്തി? അങ്ങനെ ആ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്സംഗം ലഭിക്കും. ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിലിരിക്കാൻ എന്നിട്ട് ഭഗവാന്റെ ഗുണകഥകൾ ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ അമൃതകമായിട്ടുള്ള കഥകൾ ഞാൻ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഞാൻ ഭഗവാന്റെ ആ ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിൽ എനിക്ക് ഇരിക്കാൻ സാധിക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഉന്മത്തനായിട്ട് നമുക്ക് ഋഷഭയോഗീശ്വരന്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇങ്ങനെ ഉന്മത്തനായിട്ട് ഏകാദശിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എനിക്ക് ഭഗവാനെ വീണ്ടും വീണ്ടും ഭക്തിയെ തന്ന് അനുഗ്രഹിക്കൂ, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം തന്ന് അനുഗ്രഹിക്കാൻ പറയാൻ. എന്നിട്ട് ധ്രുവം പറയാൻ. സ്തുതിയൊക്കെ ഗംഭീരാണ്. നമ്മുടെ സമയക്കുറവുകൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാ സ്തുതികളിലേക്കും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ പറയാണ്, അങ്ങ് ഭഗവാനെ വാശ്രേവ വത്സകം അനുഗ്രഹകാതരോസ്മൻ. എങ്ങനെയാണ് അങ്ങ് തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പശു പ്രസവിച്ച ഉടനെ എങ്ങനെയാണ് അതിൻ്റെ ആ കുട്ടിയെ കാണാണ്ട് ഇങ്ങനെ തടപ്പാവും പറയാണ്, വല്ലാണ്ട് തടക്കും, ഇങ്ങനെ വല്ലാണ്ട് പരവശിയാകും പശു എന്നുള്ളതാണ്. ഇതുപോലെയല്ലേ ഭഗവാന് വാശേവ വത്സകം അനുഗ്രഹകാതരോസ്മാൻ. അങ്ങനെ ആ പശുക്കുട്ടിയെ കാണാത്ത പശുവിനെ പോലെയാണ് തൻ്റെ ഭക്തന്മാരുള്ളതായിട്ടുള്ള അതിരറ്റതായിട്ടുള്ള ആ വാത്സല്യം. അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച് ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ സമയത്ത് അവിടെ ഭഗവാൻ ആ ധ്രുവന്റെ സ്തുതിയിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതായത് ധ്രുവനോട് പറഞ്ഞു, നിന്റെ ഈ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായി, നിനക്ക് എൻ്റെ തലമായിട്ടുള്ള ധ്രുവക്ഷിതിയിലേക്ക് നിനക്ക് എത്താൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പൊരു കാര്യമുണ്ട്. 36,000 വർഷം നീ രാജ്യം ഭരിക്കണം. പിന്നെ അതെങ്ങനെ എനിക്ക് രാജ്യം ഭരിക്കുക എന്നുള്ള തോന്നൽ വേണ്ട. നിന്റെ സഹോദരനായിട്ടുള്ള ഉത്തമൻ കാട്ടിൽ നായാട്ടിനായിട്ട് പോകും, അവിടെ യക്ഷന്മാരാൽ വധിക്കപ്പെടും. പിന്നീട് തൻ്റെ പുത്രനെ അന്വേഷിച്ചു പോകുന്നതായിട്ടുള്ള സുരുചി മാതാവ് കാട്ടുതീയിൽപ്പെട്ട് മരണപ്പെടും. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഈ രാജ്യഭാരമെല്ലാം ചെയ്ത ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എൻ്റെ തന്നെ പദത്തിലായിട്ടുള്ള ധ്രുവപദത്തിലേക്ക്, അതായത് ഋഷിമാർക്കും ഉപരിയായിട്ടുള്ള ആ ധ്രുവമണ്ഡലത്തിലേക്ക് നിനക്ക് എത്താൻ സാധിക്കും എന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കണം. വേഗം തന്നെ അവിടുന്ന് ഭഗവാൻ മറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ആ സമയത്ത് അവിടെ ഭാഗവതം വിതുര മൈത്രേയ സംവാദമായിട്ടാണ് ഈ കഥാഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് വിതുര മഹാശയനോട് മൈത്രേയ മഹർഷി പറയുകയാണ്, ആ ധ്രുവന് വലിയ സന്തോഷം എന്താ പറയുക, ജ്ഞാതിപ്രീതോ അങ്ങ് പറയുകയാണ്, ഇത്ര ജ്ഞാതിപ്രീതോ അഭിഘാത്പുരം. അങ്ങനെ അധിക സന്തോഷം ഉണ്ടായില്ല. എന്നിട്ട് പുരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഇത് കേട്ടതായിട്ടുള്ള വിതുര മഹാശയൻ ചോദിക്കുകയാണ്, എന്താണ് അധികം സന്തോഷം ഉണ്ടാവാതിരുന്നത്? അപ്പൊ പറഞ്ഞു, ആ മോക്ഷം പകർന്നു, അതായത് മുകുന്ദനെ മുന്നിൽ കിട്ടിയിട്ട് മോക്ഷത്തിനായിട്ട് യാചിക്കാണ്ട് വീണ്ടും ഞാൻ വിഷയത്തിലേക്ക് വന്നുവല്ലോ. അതായത് ആ ധ്രുവന് ആ തപസ് ചെയ്തപ്പോൾ തൻ്റെ ഗുണങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരിക്കണം കുറച്ച് സമയത്തേക്കെങ്കിലും എന്നുള്ളതാണ്. അങ്ങനെ ആ വിഷമമായി. എങ്ങനെയാണ് ആയുസത്യവന് വ്യർത്ഥം ചികിത്സേവ ഗതായുഷി, ആയുസത്യവന് ആ ഔഷധം ചികിത്സ കൊടുക്കണ പോലെ ആയില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടാണ് ധ്രുവൻ അങ്ങനെ കൊട്ടാരത്തിൽ. ഈ സമയത്ത് ഉത്താനപാത കൊട്ടാരത്തിൽ എല്ലാവരും അറിഞ്ഞു, എല്ലാവർക്കും വലിയ സന്തോഷമായി. ആ ഉത്താനപാത രാജാവിന് സുരുചി നമ്മൾ ആ പിണക്കമെല്ലാം മാറി, എല്ലാവർക്കും വലിയ സന്തോഷമായി ആനന്ദമായി. ആ ധ്രുവനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് അതിമനോഹരമായിട്ട് ഭാഗവതം വർണ്ണിക്കുന്ന. കൊട്ടാരമൊക്കെ ഇങ്ങനെ എല്ലാം അലങ്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ട് ആ ധ്രുവനെ ആ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ആലിംഗനം ചെയ്തു. ധ്രുവനെ ഇങ്ങനെ ആ ആനപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയായിട്ട് ഒക്കെ കാണാൻ സാധിച്ചു പറയാണ്. അങ്ങനെ ആ സുരുചി മാതാവിന്റെ പാദത്തിൽ പോയി ആദ്യം തന്നെ നമസ്കരിക്കുന്ന ധ്രുവനെ നമുക്ക് കാണാൻ സാധിക്കും. സുരുചി മാതാവ് ചേർത്ത് വെച്ചു ധ്രുവനെ. അതുപോലെ തൻ്റെ മാതാവായിട്ടുള്ള സുനീതിയെ നമസ്കരിച്ചു. പരസ്പര സഹോദരന്മാർ ആലിംഗനം ചെയ്തു. ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള
വളരെ എല്ലാവർക്കും വലിയ സന്തോഷമായി. പിന്നീട് ആ ഉത്ഥാനപാത രാജാവിന് തൻ്റെ പുത്രന് എല്ലാവർക്കും വലിയ ഇഷ്ടമായി. പ്രജകൾക്കൊക്കെ ആ ധ്രുവനെ വലിയ ഇഷ്ടമായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ധ്രുവന് രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു. രാജാവായി വാഴിച്ചതിന് ശേഷം അദ്ദേഹം ആ കാട്ടിലേക്ക് പോയി തപസ് ചെയ്ത് ഭഗവത് പ്രാപ്തി നേടി എന്നുള്ള കഥ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ശിശുമാർ പ്രജാപതിയായിട്ടുള്ള ശിശുമാരൻ്റെ പുത്രിയായിട്ടുള്ള ഭ്രമിയെ വിവാഹം കഴിച്ചു. അതിൽ 2 പുത്രനായ കൽപ്പനെന്നും വത്സരെന്നോ. പിന്നീട് വായുദേവന്റെ പുത്രിയായിട്ടുള്ള ഇളയെ വിവാഹം കഴിച്ചു. അതിലൊരു പുത്രനുണ്ടായി ഉൽക്കലൻ. അങ്ങനെ അദ്ദേഹം ധ്രുവൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായെന്നുള്ളതാണ്. അതായത് ഇവിടെ ഉത്തമൻ കാട്ടിലേക്ക് നായാട്ടിനായിട്ട് പോയതായിട്ടും അവിടെ യക്ഷന്മാരായി കൊല്ലപ്പെട്ടു. ഈ സമയത്ത് സുരുചി മാതാവ് പുത്രനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകും. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു അതുപോലെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കാട്ടിലേക്ക് പോയി അവിടെ വെച്ച് ആ സുരുചി മാതാവ് മരണപ്പെട്ടു. കാട്ടുതീയിൽപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ധ്രുവൻ കേട്ടു എന്നുള്ളതാണ്. ആ സമയത്ത് ധ്രുവന്റെ ഉള്ളില് ഉറങ്ങിക്കിടന്നതായിട്ടുള്ള ആ വിദ്വേഷം, ആ രജോ ഗുണം പുറത്തേക്ക് വന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഭഗവാനെ തപസ് ചെയ്തിട്ട് കൂടി ആ അതാണ് ഭാഗവതം പറയണത്. നമ്മൾ ആഗ്രഹങ്ങൾക്കായിട്ട് ഭഗവാനെ ഉപാസിക്കാൻ പാടില്ല. ഭാഗവതത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് മനസ്സന്തോഷത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അവിടെ ശൗനകാദികൾ ചോദിക്കുമ്പോൾ ഇവിടെ സൂതം പറയും സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷതി അകൈതുക്യ അപ്രതിഗത യയാത്മാ സംപ്രസീദതി. ഭഗവാനോടൊന്നും ആഗ്രഹം പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ അതാത് സമയത്ത് നമുക്ക് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ തന്നെ ആ ധ്രുവനെ ആ ഒരു രീതിയിലാണ് അനുഗ്രഹിച്ചത്. അതായത് പ്രവൃത്തി മാർഗത്തിൽ കൂടി നിവൃത്തി മാർഗത്തിലേക്ക് എത്താന്നുള്ളതായിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് പിന്നീട് ആ ധ്രുവന് വല്ലാണ്ട് ദേഷ്യം വന്നു. യക്ഷന്മാരുമായിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധമെല്ലാം നടക്കണു. ധാരാളം യക്ഷന്മാരെ കൊലപ്പെടുത്തി ധ്രുവൻ എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് ഇത് അവരുടെ ആയിട്ടുള്ള മായാ പ്രവർത്തനമൊക്കെ ഉണ്ടായി. ആ യക്ഷന്മാരും തിരിച്ച് യുദ്ധം ചെയ്യണു. അങ്ങനെയായിട്ട് ധ്രുവനെ ഇടയ്ക്ക് കാണാണ്ടായി വന്നു. പിന്നെ ധ്രുവൻ ഇങ്ങനെ ഉണർന്ന തേജസ്സോട് കൂടി പുറത്തേക്ക് വരണു. ആ സമയത്ത് മുനിമാര് വന്നിട്ട് അവിടെ പറയേണ്ടത് നാരായണ മന്ത്രം ജപിക്കൂ. അങ്ങനെ നാരായണാസ്ത്രമൊക്കെ ഉപയോഗിച്ച് യക്ഷന്മാരെ കൊല്ലെടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് സഖികെട്ടതായിട്ടുള്ള മുത്തച്ഛൻ അവിടെ വന്നിട്ട് ഗംഭീരമായിട്ടുള്ള ഉപദേശം കൊടുക്കും. ഇതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്നുള്ളതാണ്. അതായത് പുത്രന് ഉപദേശം കൊടുക്കുന്നതായിട്ടുള്ള സുനീതി നമ്മൾ കണ്ടെങ്കിൽ ഇത് ധ്രുവൻ ഉപദേശം കൊടുക്കുന്ന ഒരു മുത്തച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും. സ്വയംഭുവനോടെത്തി എന്നിട്ട് ചോദിച്ചു, നിന്റെ സഹോദരനെ ഒരു യക്ഷനല്ലേ കൊന്നിട്ടുള്ളൂ, പക്ഷെ നീ ഇപ്പൊ എത്ര യക്ഷന്മാരെ കൊലപ്പെടുത്തിയിരിക്കണു, എത്ര യക്ഷന്മാരെ നീ കൊന്നിരിക്കണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നീ കേവലം 5 വയസ്സ് പ്രായത്തിൽ ഭഗവാനെ തപസ് ചെയ്ത് ഭഗവത് പ്രാപ്തി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച കുട്ടിയല്ലേ. എന്നിട്ട് അവിടെ വെച്ച് ഉപദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല തിദിക്ഷയാ കരുണയാ മൈത്രിയാച്ച അഖില ജന്തുഷു സമത്വേന സർവാത്മൻ ഭഗവാൻ സംപ്രസിദ്ധി. അതായത് ക്ഷമ വേണമെന്ന് പറയാൻ കുട്ടിക്ക്. തിദിക്ഷയ കരുണയ മൈത്രിയാച്ച അഖില ജന്തുഷു, എല്ലാവരിലും തിദിക്ഷ വേണം, ക്ഷമ വേണം. അത് മാത്രമല്ല കാരുണ്യം വേണം, മൈത്രിഭാവം വേണം. അഖില ജന്തുഷു, അങ്ങനെയാണെങ്കിൽ എല്ലാവരിലും അങ്ങനെ ഒരു ഭാവം വേണം എന്ന് പറയാൻ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പ്രീതിപ്പെടും എന്ന് പറയാൻ, ഭഗവാൻ സന്തോഷിക്കും. അതുകൊണ്ട് നീ നമ്മുടെ കുലത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കി വെക്കുകയില്ല എന്ന് വെച്ചിട്ട് ഉപദേശം കൊടുത്തു. ഇനി അത് മാത്രമല്ല, നീ കൊന്നതായിട്ടുള്ള ഈ യക്ഷന്മാര് ഇവിടെ കുബേരന്റെ അനുയായികളാണ്. ഇനി കുബേരനാണെങ്കിൽ ആരാണ്? കുബേരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന്റെ കൂട്ടുകാരനാണ്, മഹാദേവന്റെ ശിഷ്യൻ തന്നെയാണ് കുബേരൻ. അങ്ങനെ നല്ലതായിട്ടുള്ള കുബേരന്റെ ശാപം നിനക്ക് കിട്ടും, പിന്നെ മഹാദേവന്റെ ശാപം കിട്ടും, കുലത്തിന് ദോഷമുണ്ടാക്കി വെക്കും. അതുകൊണ്ട് യുദ്ധത്തിൽ പിന്മാറാൻ പറയുമ്പോൾ വളരെ തൊഴുകൈകളോടുകൂടി അവിടെ ആ പിന്മാറുന്ന ധ്രുവനെ നമുക്ക് ഭാഗവതം കാണിച്ചു തരാണ്. ആ സമയത്ത് അവിടെ കുബേരൻ ഓടിയെത്തുകയാണ് ചെയ്യണത്. കുബേരൻ വന്നിട്ട് അവിടെ ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ സഹോദരനെ ആരെയും കൊന്നിട്ടില്ല, അങ്ങും ആരെയും കൊന്നിട്ടില്ല. സർവം എന്താണ്? ന ഭവാനവതീയക്ഷ ന യക്ഷ ഭ്രാതരന്തവ കാലയേവ കിബൂദാന പ്രഭുരപ്യ ഭാവയോ. എല്ലാത്തിനും കാരണം എന്താ? കാലരൂപിയായിട്ടുള്ള ഈശ്വരന്റെ പ്രവൃത്തിയാണ്. അവനവന്റെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം അവനവൻ അനുഭവിക്കണു. അവിടെ വെച്ചിട്ട് പറയുകയാണ്, ഉപദേശം കൊടുക്കേണ്ട ഗംഭീരമായിട്ട് സ്വയംഭുവനും ഗംഭീരമായിട്ടുള്ള ഉപദേശം തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് ഇനി ചോദിക്കുകയാണ്, ഭജസ്സ ഭജനീയാം ഹ്രീം അഭവായ ഭവച്ചിതം യുക്തം വിരതം ശക്തിയ ഗുണമയ്യ ആത്മമായ. അതുകൊണ്ട് വൃണീഹി കാമം നൃപ, അതുകൊണ്ട് എന്നോട് വരം ചോദിച്ചോളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് ധ്രുവൻ കുബേരനോട് പറയാണ്, എനിക്ക് അച്ചെല്ലാം ഭക്തി തന്നറി വരം വരാഹോ
വരം വരാർഹോകം അംബുജാഭപാതയോർ അനന്തരം ത്വാ സ്വയമംഗ ശുശ്രുമ. അവിടെ വെച്ചിട്ട് ഹരോസവ്രെ അചലിതാസ്മൃതി പറയാണ്, എനിക്ക് ചലിക്കാത്തതായിട്ടുള്ള ആ ഭക്തിയെ തന്ന് അനുഗ്രഹിക്കാൻ കുബേരനോട് യാചിക്കണതായിട്ടുള്ള അപേക്ഷിക്കണതായിട്ടുള്ള ഒരു ധ്രുവനെ നമുക്ക് ഭാഗവതം കാണിച്ചിരിക്കുകയാണ്. അതായത് കുചേലൻ അല്ല, ഇവിടെ കുബേരൻ തന്നെയാണ് ഏറ്റവും ആ ഉപദേശം കൊടുക്കാൻ അർഹതപ്പെട്ടത്. അതായത് കുബേരൻ സമ്പത്തിന്റെ അധിപതിയാണ്. അപ്പോൾ ഒരു സാധാരണ ദരിദ്രനോട് ചോദിച്ചിട്ട് ഈ ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പൈസ തന്നെയാണ്, സമ്പത്ത് തന്നെയാണ് പ്രധാനം എന്ന് പറയും. പക്ഷെ കുബേരന് മനസ്സിലായി ഈ സമ്പത്തൊന്നും അല്ല വലിയ കാര്യം, അല്ലെങ്കിൽ ഈ ഭൗതിക ഗുണങ്ങളൊന്നും ഭൗതിക സുഖങ്ങളൊന്നുമല്ല ഈശ്വരാരാധനയ്ക്ക് കാരണം, അതിന് തടസ്സം തന്നെയാണ് ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നല്ലേ. കുബേരന് നല്ല ബോധ്യമുണ്ട്. കുബേരന്റെ മക്കളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. നമുക്ക് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കാണാനും സാധിക്കും നളകുബര മണിഗ്രീവന്മാരെ നാരദമഹർഷി ശാപം കൊടുക്കുന്നതായിട്ട്. അപ്പോൾ ഈ സമ്പത്തല്ല ഈശ്വരാരാധനയ്ക്ക് വേണ്ടത്. എന്ത് വേണം? ഇളക്കമില്ലാത്ത, ചുതിയില്ലാത്ത, നാശമില്ലാത്ത ഭക്തി കൊണ്ട് ഈശ്വരിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ധ്രുവനെ അനുഗ്രഹിച്ചു. പിന്നീട് അവിടുന്ന് ധ്രുവൻ രാജ്യം 36,000 വർഷം രാജ്യമൊക്കെ ഗംഭീരമായിട്ട് ഭരിച്ചു. ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം നടത്തി. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഈ പറഞ്ഞതായിട്ടുള്ള രാജ്യഭാരമെല്ലാം തൻ്റെ പുത്രനായിട്ടുള്ള ആ വത്സരന് കൊടുത്തതിന് ശേഷം അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോകുന്ന ഒരു ധ്രുവനെ നമുക്ക് കാണാൻ സാധിക്കും. ബദരിയാശ്രമത്തിൽ പോയിട്ട് അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ അനവധി കാലം തപസ് ചെയ്ത് അളകനന്ദയെ വീക്ഷിച്ചുകൊണ്ട് അളകനന്ദ നദിയുടെ തീരത്തായിട്ട് തപസ് ചെയ്തു. ആ സമയത്ത് അവിടെ ഭഗവാന്റെ പാർഷദന്മാരെത്തി എന്നുള്ളതാണ്. ധ്രുവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് ഒരു സ്വർണ്ണ വിമാനമെല്ലാം വന്നതായിട്ട് പറയണു. എന്നിട്ട് ധ്രുവൻ അങ്ങനെ അളകനന്ദ നദിയിൽ കൈകാൽ മുഖം കഴുകിയിട്ട് തൊഴുതുകൊണ്ട് പ്രദക്ഷിണം വെച്ച് എന്നിട്ട് അവിടേക്ക് ആ വിമാനത്തിലേക്ക് കയറാൻ പോകുന്നൊരു കാഴ്ച എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആ സമയത്ത് ഒരു കറുത്ത സ്വരൂപിയായിട്ടുള്ള ഒരാളവിടെ വന്നു. മറ്റുമാരുമല്ല, മൃത്യു തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്ത് മൃത്യുവിന്റെ ശിരസിൽ പാദം വെച്ചുകൊണ്ട് കയറുന്നതായിട്ടുള്ളൊരു ധ്രുവനെ നമുക്ക് ഭാഗവതം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് വിമാനം എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ ശരീര അഭിമാനം പോയി കഴിഞ്ഞാൽ അവിടെ വിമാനം എത്തുന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ശരീരതലത്തിൽ നിന്ന് ഉയർന്ന തലകൊണ്ട്, അതാണ് മൃത്യുവിന്റെ ശിരസിൽ പാദം വെച്ചുകൊണ്ട് ധ്രുവൻ വിമാനത്തിലേക്ക് കയറി. അതായത് ശരീരതലത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും. ആർക്കാണ്? ആ ഭഗവാനിൽ തപസ്സുള്ളവർക്ക്, ഭഗവാനിൽ ഭക്തിയുള്ളവർക്ക് തൻ്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത്, താൻ മരിക്കുന്നില്ല ബോധത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് മൃത്യുവിനെ ജയിക്കാൻ ധ്രുവന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ മാനമില്ലാത്തതായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് ധ്രുവൻ എത്താൻ ആ സമയത്താണ് ധ്രുവൻ ഒന്ന് ചിന്തിച്ചു എന്നുള്ള, ഒന്ന് പാദം വയ്ക്കാൻ നേരത്ത് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കി, എൻ്റെ അമ്മ. അപ്പൊ ആ സമയത്ത് ആ പാർഷദന്മാർ കാണിച്ചു കൊടുത്തു, നോക്കൂ ഇതാ മുമ്പിൽ പോകുന്നതായിട്ടുള്ള ആ വിമാനത്തില് അങ്ങയുടെ അമ്മ പോകുന്നുണ്ട്. അതായത് ആ സുനീതിയും അവൾക്കറിയാം ബോധമുള്ളവളായിരുന്നു. അതായത് തൻ്റെ ആത്മസത്തയെ രമിച്ചവളായിട്ടുള്ള ആ സുനീതിക്കും ശ്രേഷ്ഠപദത്തെ പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെതായിട്ടുള്ള ആ വിമാനത്തിൽ കയറിക്കൊണ്ട് അവിടെ ധ്രുവൻ ഈ ശരീരത്തോടു കൂടി, കാരണം ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നേടിയവനായതുകൊണ്ട് തന്നെ ആ ധ്രുവ ശരീരത്തോടു കൂടി തന്നെ ധ്രുവന് ആ പറഞ്ഞ വിമാനത്തിലേക്ക് ഉയർന്ന് അങ്ങനെ ഋഷിമണ്ഡലത്തിനും ഉപരിയായിട്ടുള്ളതായിട്ടുള്ള ആ തലത്തെ ധ്രുവപദത്തെ പ്രാപിക്കാൻ സാധിക്കും. ഇന്നും ഈ ആകാശത്തിൽ ധ്രുവ നക്ഷത്രമായിട്ട് തിളങ്ങാൻ ആ ധ്രുവന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെതായിട്ടുള്ള ആ ധ്രുവചരിതം ഇവിടെ നാരദ മഹർഷി പിന്നീട് നമ്മുടെ പ്രജേതസ്സുകളുടെ സത്രത്തില് പാടി നടന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അവിടെ വെച്ചാണ് ചോദിക്കേണ്ടത് ആരാണ് വിദ്രമഹാശൻ ചോദിക്കുന്നത്, ആരാണ് പ്രജേതസ്സുകളുടെ ചോദ്യം. പിന്നീടാണ് അടുത്ത കഥയിലേക്ക് നമുക്ക് പോണത്. അപ്പൊ ഇവിടെ ഈ ധ്രുവചരിതം എന്നുള്ള നമ്മുടെ അനുവദിച്ച സമയം കഴിയാറായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ധ്രുവചരിതത്തിൽ കൂടെ നമുക്ക് എത്ര കാര്യങ്ങൾ നമുക്ക് ഭാഗവതം കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്വയംഭൂ മനുവിന്റെ കഥയായിട്ടും സുനീതിയുള്ളതായിട്ടുള്ള ആ സുനീതിയായിട്ട് നീതിബോധമുള്ളതായിട്ടുള്ള ധർമ്മബോധമുള്ളതായിട്ടുള്ള ആ അമ്മയുടെ പുത്രൻ എപ്പോഴും ധ്രുവനായിരിക്കും എന്ന് പറയാൻ. ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ ഉറച്ചവനാണ്, സ്ഥിരതയുള്ളവനായിരിക്കും. അല്ലാത്തവരുടെ അവസ്ഥ കണ്ടുല്ലോ അല്ലെ? വിഷയാസക്തമായിട്ടുള്ള സുരുചി മാതാവിനെ നമുക്ക് ഭാഗവതം കാണിച്ചു തന്നു. അവളുടെ പുത്രനായിരുന്നു ഉത്തമൻ, അവനും ഗതി പിടിച്ചില്ല എന്നുള്ളതാണ്, ഗതി എത്തിയില്ല. കാരണം ഈശ്വരൻ അതോടെ നാരായണത്തില് പടതിരിപ്പാട് പറയും, അത് വിമുഖൈർ അസൂയ എന്നുള്ളതാണ്. അതായത് ഭഗവാനിലേക്ക് വിമുഖരായിട്ടുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്ന പടതിരിപ്പാട് പറയും, നാരായണീ ശ്ലോകത്തിൽ പറയുന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈശ്വരന് വിമുഖയായതുകൊണ്ട് അവളുടെ അവസ്ഥയും അതുപോലെയായി എന്നുള്ള ആ സുരുചി മാതാവിന് പതനം സന്യാസം. ആരാണോ വിഷയാസക്തമായിട്ട് ഈ നല്ലത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള
മനുഷ്യജന്മം കിട്ടിയിട്ട് അത് തപസ്സിനായിട്ട് ഈശ്വരപ്രാപ്തിക്കായിട്ട് ഉപയോഗിക്കാണ്ട് ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്നവര് അവർക്കൊക്കെ എന്താണ് സുരുചി മാതാവിനെ കൂട്ട് അല്ലെങ്കിൽ ഉത്തമനെ കൂട്ട് തന്നെയായിരിക്കും അവരുടെയൊക്കെ ജീവിതം പോകുക. ഇവിടെ അങ്ങനെയല്ല. ഭാഗവതം നമുക്ക് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറയുണ്ടായിരുന്നു, നല്ല സംസ്കാരമാണ്. അനവധി കഥാപാത്രങ്ങളെ കൂടെ നമുക്ക് നമ്മൾ എവിടേക്ക് എത്തണം, സുരുചിയാവണോ സുനീതിയാകണമെന്നോ ഈ കൂടിയിരിക്കണം നമുക്ക് എല്ലാവർക്കും തീരുമാനിക്കണം എന്നുള്ളതാണ്. ആരാവണം അല്ലെ? എപ്പോഴും നമുക്ക് ഈശ്വരന്റെ പദത്തെ മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. അതാണ് സുനിധി തൻ്റെ ആ ബുദ്ധിമുട്ടും ദുഃഖങ്ങളും ഒരിക്കലും തന്നെ തൻ്റെ പുത്രനോട് കാണിച്ചില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പ്രാരബ്ധം ഒന്നും പറയാതിരിക്കുക. അപ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ്റെ അഭിമാനത്തിനത് ഹാനിയാവും. അതായത് അവൻ്റെ ഉള്ളിൽ അത് എന്നും കിടക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ധ്രുവന് ആ തലത്തിലേക്ക് ഉയർത്തിയത് മറ്റാരുമല്ല, അമ്മയുടെ അനുഗ്രഹമുണ്ട്. പിന്നെന്താണ്, അമ്മയുടെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചമസ്കന്ധത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏറ്റവും അതായത് വേണ്ടതായിട്ടുള്ള ആ മോക്ഷപദത്തെ പ്രാപിക്കാനുള്ള ഉപദേശം കൊടുക്കാത്ത അമ്മയല്ല അച്ഛനല്ല ഗുരുവല്ല. ഋഷഭന്റെ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവുമായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള സംസ്കാരം കൊടുക്കാൻ ഏറ്റവും ഉത്തമയായ അധികാരിയായിട്ടുള്ളവള് അമ്മ തന്നെയാണ്. ആ അമ്മ എങ്ങനെയായിരിക്കണം? സുനീതി, നല്ല ബോധമുള്ള നീതിബോധമുള്ളവളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ വഴി തെറ്റാണ്ട് വരുന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ധ്രുവചരിതം കേൾക്കുന്നവർക്ക് അവിടെ അതിൻ്റെ ഫലശ്രുതിയൊക്കെ ഗംഭീരമായിട്ട് പറയാനുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകും, എല്ലാ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. ഇങ്ങനെതായിട്ടുള്ള ആ എന്നിട്ട് ഗുരുനാഥൻ ഇങ്ങനെ ഇവിടെ നാരദ മഹർഷി ഇങ്ങനെ പാടി നടന്നു. സുനീതിയുടെ ആ പാതിവൃത്യ മഹാത്മ്യൊക്കെ ആ പ്രജദസ്സുകളുടെ സത്രത്തിൽ ഇങ്ങനെ പാടി നടന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ധ്രുവചരിതമുള്ള കഥാഭാഗങ്ങൾ ഇവിടെ കുറച്ചെങ്കിലും നമുക്ക് സ്മരിക്കാൻ കിട്ടിയത് അത് നമ്മുടെ ജന്മപുണ്യായിട്ട് എടുക്കുകയാണ്. കാരണം ഭാഗവതങ്ങൾ നമ്മൾ തുടക്കത്തിൽ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ജലപതേ പുരുഷോ യഥാവൈ അജ്ഞാന ഹേതുകൃത മഹാന്തകാരെ നാശം വിധായികത ഉദയത ലഭ. അതായത് ഈ സത്സംഗം ലഭിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് TV-യിൽ ഈ ഒരു സത്സംഗം നമ്മൾ കണ്ടുകൊണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുത്തെ ഹാള് നിറഞ്ഞായിരുന്നേ അല്ലേ? ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കോ കസേരകൾ മാത്രമുണ്ട്. ആലോചിച്ച വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാം കിട്ടാൻ തന്നെ അതൊരു പുണ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയൊരു സത്രം, ഗംഭീരമായിട്ടുള്ള സത്രം, ഇതൊക്കെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളതല്ല. കാരണം അതുകൊണ്ട് തന്നെ ധ്രുവന്റെ കഥയെ നമ്മൾ പറയുമ്പോൾ ധ്രുവന് വിശപ്പിനെ സഹിക്കാൻ അല്ലെങ്കിൽ വിശപ്പിനെ ജയിക്കാൻ സാധിച്ചു. അതായത് പ്രാണനെ ജയിച്ചപ്പോൾ വിശപ്പിന്, അതുകൊണ്ടല്ലേ ധ്രുവന്റെ കഠിനമായിട്ട് തപസ്സ കാണിച്ചത്. നമുക്കൊന്നും ആ തലത്തിലേക്ക് എത്താൻ സാധിക്കില്ല, വിശപ്പിനെ സഹിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണില്ല. അപ്പോൾ ഭാഗവത കഥകളിൽ കൂടെ അനവധി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ വരാഹാവതാരത്തിൽ കൂടെ എത്തിയെങ്കിൽ നമ്മൾ അവസാനം എത്തുന്നതായിട്ടുള്ള അവതാരം, ഭഗവാന്റെ അവതാരം ഹംസമാണെന്നുള്ളതാണ്. അതായത് വരാഹം അവതാരത്തിൽ കൂടെ ഒരു ഭാഗവത സത്ര അല്ലെങ്കിൽ ഭാഗവത സപ്താഹം നിരന്തരമായി ശ്രവിക്കുന്ന ഭക്തന്മാർക്ക് ആ തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ്. അതായത് അമൃതത്വം പ്രദാനം ചെയ്യും ഭാഗവതം എന്നുള്ളതാണ്. ആ അമൃതത്വം, അതായത് ഹംസത്തിന്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ്. ഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പാലും വെള്ളവും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിനെ വേർതിരിച്ച് എടുത്തിട്ട് പാല് മാത്രം ഊറ്റി കുടിക്കാനുള്ള കഴിവ് അങ്ങനെയാണെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ഭാഗവതം അതുകൊണ്ടല്ല, പാരമഹംസ്യാ സംഹിതായ എന്നിവിടെ പറയുന്നുണ്ട്. ഓരോരോ അധ്യായത്തിന്റെ അടിയിലായിട്ട് ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണം പാരമഹംസ്യാ സംഹിതായ എന്നാണ് പറയപ്പെടുന്നത്. അതായത് പരമഹംസന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ത്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഹിത. എന്നാൽ പരമഹംസന്മാര്, അതായത് സത്ത് എന്താണ് അസത്ത് എന്താണെന്ന് വേർതിരിച്ചാൻ കഴിവുള്ളവരെയാണ് പരമഹംസന്മാരെന്ന് പറയുകയാണ്. അപ്പൊ ഭാഗവതം പറയണത് തന്നെ ആ തലത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അതായത് പരമഹംസത്തിന്റെ തലത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തണം എന്നുള്ളതാണ്. അപ്പോൾ സത്ത് എന്താണ് അസത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ഭാഗവതത്തിലെ ഓരോ കഥാഭാഗങ്ങളിൽ കൂടെ. അങ്ങനെതായിട്ടുള്ള ഈ ഒരു പ്രകരണം നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. അതിൻ്റെ സമയമായിരിക്കണു. എന്തായാലും ഇവിടെ നമുക്ക് ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും ഇങ്ങനൊരു പ്രകരണം പറയാൻ സാധിച്ചതിനും ഗുരുക്കന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹമാണ്. ഇതിന് ഈ ഓരോ ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കണം. അതുമാത്രമല്ല, ഇനിയും ധാരാളം
സത്രങ്ങളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ. കാരണം ആ ഒരു അവബോധത്തിലേക്ക് നമുക്ക് ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മളുടെ സമൂഹം നമുക്കറിയാം വഴിതെറ്റിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കുട്ടികളായിട്ടും ഭാഗവത സത്രത്തിന് ഇത്രയെങ്കിലും ആൾക്കാരുണ്ടല്ലോ, സപ്താഹത്തിന് വളരെ കുറവ് ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ. അങ്ങും ഇങ്ങും ഒക്കെ ഓരോരുത്തരുണ്ടാകും. കാരണം ഇതൊക്കെ എന്നാ വലിയ കലാപരിപാടിയൊക്കെ ആണെങ്കിലോ, ഇപ്പൊ രാത്രിയിൽ വേണമെങ്കിൽ കലാപരിപാടിക്കൊക്കെ ധാരാളം ആൾക്കാരുണ്ടാകും. കാരണം എല്ലാവർക്കും ഇതൊക്കെ മതി എന്നുള്ള, അതായത് ഇതിലേക്ക് എത്താൻ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റേതെന്ന് വെച്ചാൽ മനോരഞ്ജനമാണ്, ഇതെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ തലമാണ്. അപ്പോൾ ആ കഥകളൊക്കെ ഉൾക്കൊള്ളാൻ ഇത്തിരി വിഷമം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനുള്ളതായിട്ടുള്ള അവസരം ലഭിച്ചു. ഇങ്ങനെതായിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ എൻ്റെ അധികമായിട്ടുള്ള ഒരു നന്ദി അറിയിക്കണം, നമസ്കരിക്കണോ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ബുദ്ധിയേകണം, മനസ്സു ചുത്തമാകണം, നിത്യനായ ചിൽപ്രകാശ രൂപനെ വണങ്ങണു. ആയിട്ടുള്ള കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.